throw. Arm swings forward. 5, 6, 7, 8. Again. Swing the throw. 2, 3, 4, 5, 6, 7, 8. Now swing it back. 2, 3. Get those heels up. 5, 6, 7, 8. Again. Let me hear you. Woo! 5, 6, 7, 8. Now jog in place and clap. Kick those heels back. 6, 7, 8. Again. രാവിലെ തുടങ്ങിയോ? 2, 3. Keep breathing. 5, 6, 7, 8. Now swing your legs to the side. Straight legs, side to side. Swing them out. 6, 7. എന്റെ സ്ത്രീക്കുട്ടി ഇതൊന്നും നിർത്തിക്കൂടെ? നീ ചായ എടുത്തോ? ഫ്ലാസ്കിലുണ്ട് എടുത്തു. ഓഹോ, ബെഡ് കോഫി ഇടാത്ത ഭാര്യ എന്നെ പറഞ്ഞാ മതി. ഒരു ടൺ പഞ്ചാരയും കൂടി ഇടാൻ എന്ത് നല്ല മധുര. ഇതും ചെയ്തേ. അയ്യോ ചേട്ടൻ മോളാണെന്ന് ഒന്ന് ചെല്ല്, അല്ലെങ്കിൽ അവൾ ബെഡൊക്കെ വൃത്തിയാടാക്കും. അയ്യോ, മോള് കരയുമ്പോഴെങ്കിലും നിനക്ക് ഈ പണ്ടാറ് നിർത്തിക്കൂടെ എന്റെ സ്ത്രീക്കുട്ടി? എന്നും ഞാനല്ലേ മോളെ മൂത്രം ഒഴിപ്പിക്കുന്നേ. ഇന്ന് രാജേട്ടനൊന്ന് ഒഴിപ്പിച്ചേ. കൂടുതലായിട്ട് കറക്കാതെ കൈ ഊരിപ്പോവും. മോള് കരയല്ലേ, മോള് കരയല്ലേ, മോള് കരയല്ലേ. മോക്ക് സൂസ് ഒഴിക്കണോ? സൂസ് ഒഴിക്കണോ? കേട്ടോ. അയ്യോ, എന്റെ പൊന്നു സ്ത്രീക്കുട്ടി നീ ഇങ്ങോട്ട് വാ. മണ്ട മോള് കരയല്ലേ. അച്ഛൻ കൊണ്ടുപോയി സൂസ് ഒഴിപ്പിക്കാം. എന്റെ മോളല്ലേ, കരയല്ലേ. അച്ഛൻ ഇപ്പൊ രംഗത്താ. മോളെ നോക്കാൻ പറഞ്ഞിട്ട്. നോക്കാം നോക്കാം. മോൾ ഇവിടെ അച്ഛൻ്റെ അടുത്തിരുന്നു കേട്ടോ. ചേട്ടാ മോളെ നോക്കണേ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അല്ല പിന്നെ പാത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചേട്ടൻ ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാളവർ രണ്ടുപേരും പന്തയം വച്ചു, ഓട്ടപ്പന്തയം വച്ചു. അച്ഛനിപ്പ വന്നേക്കാം. അങ്ങേലെ ഊപ്പിന്ന് ചത്തോടി നമുക്ക് ഇന്നൊന്നു പോകേണ്ടേ. കവിതയും പാടിയിരുന്നു. ഇന്ന് ബാങ്കിൽ നേരത്തെ പോണെന്ന് പറഞ്ഞതല്ലേ. നീ ഹീറ്റ് ഓൺ ചെയ്തോ? എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. സാർ ഒന്ന് പോയി കുളിച്ചോട്ടെ. കാപ്പി ഇഡ്ഡലി ദോശ മതിയായിരുന്നു. അയ്യോ ദോശ നാളെ ഉണ്ടാക്കാം. പോയി കുളിക്ക്. ശ്രീകുട്ടി നിന്റെ ടൈം. മോളെ ആഹാ, നീ ഇവിടെ ഇരിക്കണോ? സ്കൂളിൽ പോണ്ട മോളെ. വാ വേഗം വാ മോളെ. അവിടെ ശ്രീകുട്ടിയെ എന്താ രായിട്ടാ? പാൽ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. ആ കാർത്തികനെ എന്താ കാണാത്തത്? സുഖമില്ലാതെ പോയതല്ലേ, ചിലപ്പോ ഇന്ന് വന്നേക്കും. അയ്യോ, അവർക്കൊരു അസുഖമില്ല. ആ ചെറുക്കന്റെ തലവട്ടം കണ്ടപ്പോഴേ വെച്ചാൽ അവർ പോകുന്നു. അവരിങ്ങ് വരട്ടെ. എന്റെ പൊന്ന് ശ്രീകുട്ടി, നിന്നോട് എത്ര നാളുണ്ട് ഞാൻ പറയുന്നു, വല്ല കൊച്ചു പെമ്പിള്ളാരും കൂടി ജോലിക്ക് എടുത്താൽ. കൊച്ചു പെമ്പിള്ളേരെന്ന് വെച്ചാ ഒരു 10-22. ഒരു 16 വയസ്സായാലോ? അയ്യോ പാല് തെളിച്ചു. എന്നെ സോപ്പ്. ശ്രീ അതെ, എക്സസൈസ് ഇല്ലെങ്കിൽ ഭയങ്കര ആഭ്യന്തര കുഴപ്പം. അവളോ? ആന്റിക്ക് മോളെ എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ അല്ലേ? ഓ ഞാൻ സാരി ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണൻ തിരിച്ചു വരുമ്പോ ഒന്ന് വാങ്ങിച്ചോണ്ട് വരണേ. അയ്യോ, പട്ടുസാരി ഡ്രൈ ക്ലീൻ ചെയ്യരുത്, പെട്ടെന്ന് ഡാമേജ് ആകും. ഈ സിന്തറ്റിക്സും കെമിക്കൽസും കൂടി ഡൈലൂട്ട് ചെയ്യുമ്പോൾ. രാവിലെ തുടങ്ങിയോ?
അല്ല ഈ പട്ട് സാരി മോള് വേഗം കുളിച്ച് റെഡി ആയിക്കോ. അച്ഛൻ ഓഫീസിൽ നിന്ന് ഉടനെ വന്നേക്കാം. മോളെ നമുക്ക് വേഗം ഡ്രസ് ചെയ്ത് ചേച്ചിയോ വാ. രാജ്മോഹൻ പോകുന്നു കണ്ടു. ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഹസിന്റെ കോൾ ഫ്രം സൗദി. സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തുവോ? എസ്റ്റഡി അല്ലേ? 20 മിനിറ്റ്സിന് എത്ര ഉറുപ്പിയെന്നറിയാവോ? എന്താ വിശേഷം? ഏയ് ഒന്നുമില്ല. ഒരു ദിവസം 4-5 പ്രാവശ്യമെങ്കിലും പുള്ളിക്കാരൻ എന്നോട് സംസാരിക്കണം. പണ്ടേ മുതലുള്ള ഹാബിറ്റാ. അവിടെ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ? ഏയ് അവിടെ ഇപ്പൊ നല്ല സുഖാത്രേ. അറബികളെക്കാൾ കൂടുതൽ അമേരിക്കൻ ഫുഡ്സ് ആണെന്ന്. ഒരു 2 വർഷം ഇങ്ങനെ തുടർന്നാൽ അടുത്ത ജനറേഷൻ സൗദി അറേബ്യക്ക് പകരം സൗദി അമേരിക്ക എന്നാവും പറയാ. ആഹാ, മോളിന്ന് സ്കൂളിൽ പോയില്ലേ? ഞാനിവിടെ ഒരുക്കായിരുന്നു. മോള് പോയിക്കോ, മമ്മി ഇപ്പൊ വരാം. ഞാൻ ചായ എടുക്കാം. വേണ്ട ശ്രീദേവി. ഞാൻ പറയാൻ വന്ന കാര്യം മറന്നു. താഴത്തെ ഫ്ലാറ്റിൽ നാളെ പുതിയ താമസക്കാർ വരുന്നുണ്ട്. വൺ മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം. ഇന്ത്യൻ എയർലൈൻസിൽ എഞ്ചിനീയറാ. ബാച്ചിലർ ആണോ? അല്ല, മാരീഡ് ആണ്. അയ്യോ, ഹസ്ബൻഡ് കോൾ വരാൻ സമയമായി. ഞാൻ വരട്ടെ. അപ്പോ ശ്രീകുട്ടിക്ക് ഒരു കമ്പനി ആയല്ലോ. കോട്ടയംകാരൻ അച്ചായനോ കൊയിലാണ്ടിക്കാരൻ അസനാരോ ആരായാലും നമുക്കെന്താ. ഓയേ വണ്ടി അയച്ചിട്ടുണ്ടേ. ശരി മിസ്റ്റർ മോഹൻ സാർ, ആ ഗുപ്ത ആൻഡ് കമ്പനിയുടെ ഓഡിയോ ലിമിറ്റ് എത്രയാണെന്ന് ആ രാധാകൃഷ്ണനോട് നോക്കി പറയാൻ പറ. ശരി സാർ. നിങ്ങൾ ചത്തില്ലേ? ഞാൻ ചത്തിട്ട് നിനക്ക് എന്റെ 16 അടി യന്ത്രം കൂടാനാണോ? നിന്റെയൊക്കെ വലിയ ഒപ്പരം നിന്നിട്ടേ ഞാൻ ചാവും. അല്ല, സുഖമില്ലാതെ പോയെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ പോക്ക് ഡാമേജ് ആകുമെന്ന്. ഇതൊന്നും എടുത്ത് മുകളിലോട്ട് കൊണ്ട് തനിച്ച് കൊണ്ടുപോയാ മതി. എന്നെ കൊണ്ട് വയ്യാഞ്ഞിട്ടാടാ. 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. ഒന്നെടുത്തോണ്ട് പിടിച്ചോ. എടാ കൃഷ്ണ, ആ ടീച്ചറിനെ വാസുദേവൻ ചതിച്ചിട്ട് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തോളാം. ഏത് ടീച്ചർ? ദേ നാട്ടിൽ ഏതൊക്കെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്തു നോക്കി നടക്കലല്ല എന്റെ പണി. അതല്ലടാ, ബുധനാഴ്ചത്തെ TV സീരിയൽ. എത്തിയോ? അസുഖമൊക്കെ മാറിയോ? നടു ഒന്ന് പൊങ്ങിയപ്പോ ഞാനിങ്ങ പോന്നു. അവിടെ കിടന്നിട്ട് എനിക്ക് കിടക്കപ്പുറതിയുണ്ടോ? എന്താ പച്ചക്കറിയൊക്കെ ആയിട്ട്? സാറിന് പച്ചക്കറി വലിയ ഇഷ്ടമാണല്ലോ. ഞാൻ പോയിട്ട് വേഗം വന്നേക്കാം. നടക്കേ. വീട്ടിൽ നിന്ന് അച്ഛന്റെ കത്തുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിക്ക് ഇവിടെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നോക്കണമെന്ന്. അവിടെ കിട്ടാൻ സാധ്യതയില്ലാത്രേ. നമുക്ക് ഏതെങ്കിലും കോളേജ് നോക്കാം. നോക്കിയാ പോരാ, എങ്ങനെയെങ്കിലും വാങ്ങണം. അച്ഛനും ശ്രീലക്ഷ്മിയും കൂടെ 2 ദിവസത്തിനകം ഇങ്ങോട്ട് വരും. MG കോളേജിൽ അക്കൗണ്ട് രാജേട്ടന്റെ ബാങ്കിലല്ലേ? പ്രിൻസിപ്പാളിനോടൊന്ന് പറഞ്ഞാൽ നടക്കില്ലേ? ഇവിടെ അഡ്മിഷൻ കിട്ടിയാൽ തന്നെ അവർക്ക് 1 വർഷം തേച്ച് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റൂ. എനിക്ക് അതിന് മുമ്പ് ട്രാൻസ്ഫർ ഉണ്ടാവും. കൂടിയാൽ 6 മാസം. അയ്യോ, അപ്പൊ 6 മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോണോ? പിന്നെ വന്നിട്ട് 2 കൊല്ലമായില്ലേ. രാജേട്ടന് ചെയർമാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ആരുമില്ലേ? എന്നാ പിന്നെ ഇവിടെ തന്നെ കഴിയായിരുന്നു. കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി ഒരു വീടും വെച്ച് ഇവിടെ കൂടാന്നാ ഞാൻ വിചാരിച്ചേ. എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. ഉദ്യോഗമായി പോയില്ലേ. ഏതായാലും ശ്രീലക്ഷ്മിക്ക് ഇവിടെ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കണം. ട്രാൻസ്ഫർ ആവുമ്പോ അവളെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാലോ. കാർത്തിയനമ്മേ, ഏതാ വീട്? താഴത്തെയാണോ മുകളിലത്തെയാണോ? താഴത്തെയാ. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? കൊള്ളാം. ആകോക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. എന്റെ സെലക്ഷൻ ഇന്നുവരെ മോശമായിട്ടില്ല, നീ അടക്കം. അപ്പൊ ഞാനെന്താ മോശമാണോ? അല്ലാത്തത് കൊണ്ടല്ലേ മേജർ സുർജിത് സിംഗിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചേട്ടത്തിയെ പൊക്കിയത്. അച്ഛാ, എന്റെ പൊന്ന് ചേട്ടത്തി, ദേവി ഏത് ഹിന്ദി സംസാരിക്കുന്നു. സുർജിത് സിംഗിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് അറിയാതെ വന്നു പോയതാണ് മോനെ. ഐശ്വര്യമായിട്ട് ആ ചാവി എടുത്ത് ഷൈനി കുഞ്ഞിന്റെ കൈ കൊടു. ഇങ്ങിതാ. കർത്താവേ, എന്നാ പിടി. അയ്യോ ഷൈനി, നെയ്യപ്പം. എന്നതാ നെയ്യപ്പോ? എവിടെ?
നെയ്യപ്പോ ഉണ്ണിയപ്പൊന്നുമല്ല, വേറൊരു കാര്യ. രാജേട്ടാ, ശ്രീദേവി, നീ ഇവിടെയാണോ താമസിക്കുന്നേ? രാജേട്ടാ, ഇതാ ഞാൻ എപ്പോഴും പറയാറുള്ള ഷൈനി. റോയിച്ച, ഇത് ശ്രീദേവി, ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാ. ഐ എം റോയ് രാജ്മോഹൻ. ഹലോ. അല്ലേ, എല്ലാവരും പുറത്തന്നെ നിൽക്കണോ? മാതാവിനെ മനസ്സിൽ വിചാരിച്ചു വലതുകാലി വെച്ച് കയറിയട്ടെ. ചെന്നാട്ടെ. മുകളിൽ ഇത്രേ സൗകര്യമൊക്കെ ഉള്ളോ? ബെഡ്റൂം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഹാള് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ധാരാളാ. രാജേട്ടന് ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ. ഒരു കുട്ടിയുള്ളോ? ആ, നിനക്കിപ്പോ ഒന്നും വേണ്ടേ? ഓ, എനിക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല. റോയിച്ചൻ പറയുന്ന 2 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്നാ. ഈ മാരേജ് കഴിഞ്ഞ് ഉടനെ വയറും വീർപ്പിച്ച് നടക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. ഒരു മിനിമം 2 കൊല്ലമെങ്കിലും സുഖിച്ച് നടന്നിട്ട് മതി കുട്ടികളെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കണക്കിന് മാരേജ് കഴിഞ്ഞ് ഉടനെ കുട്ടികൾ ഉണ്ടാകുന്നത് നല്ലത്. റിട്ടയർഡ് ലൈഫിന് മുമ്പ് കുട്ടികളൊരു പൊസിഷൻ എത്തുമല്ലോ. ഷൈനിക്ക് കൊച്ചുകുട്ടികൾ വെച്ച ജീവനാ. ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ അടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവള് ദിവസം ആ കുട്ടി എടുത്തോണ്ട് വന്ന് കണ്ണെഴുതിക്കും പൊട്ടുപിടിക്കും ഒക്കെ ചെയ്യും. ഞങ്ങൾ ഇവളെ വാരുമായിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങാം. ഇന്നത്തെ ലഞ്ച് നമുക്ക് വീട്ടിലാകാം. ഓക്കെ ഓക്കെ. ഞാനിപ്പോ പറയാൻ വിചാരിച്ചതേ ഉള്ളൂ. ആ, അത് വെറുതെ തന്നെ എനിക്കറിയാവുന്നല്ലേ. അത് പിന്നെ പഠിക്കണ സമയത്ത് കുറച്ച് പിശിക്കാതിരിക്കാൻ പറ്റുമോ? പോക്കറ്റ് മണി കൊണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്താൻ. ഇപ്പൊ എന്ത് നോക്കാനാ? ബാങ്ക് മാനേജറുടെ ഭാര്യയല്ലേ. ആവശ്യത്തിനുള്ള പണം ബാങ്കിൽ നിന്ന് എടുത്താ പോരെ, അല്ലേ രാജേട്ടാ? പിന്നെ എനിക്ക് സമയമായി. അപ്പൊ ലഞ്ചിന്റെ കാര്യം മറക്കണ്ട. ഓക്കെ ഓക്കെ. വാ, നമുക്ക് മുകളിലേക്ക് പോവാം. വാ റോയിച്ച. നിങ്ങൾ പോയിക്കോ, ഞാൻ ആ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ല ലോറിക്കാരന്മാരാകെ അലമ്പാക്കും. ചെന്നേ. മോളെ, മോളി ആന്റി അറിയോ? മമ്മിയുടെ കൂട്ടുകാരിയാ ഷൈനി ആന്റി. ഞാൻ ഷൈനി ആന്റി. മോള് നിന്നെ പോലൊന്നുമല്ല, അച്ഛന്റെ തനി മിനിയേച്ചറാ. രാജേട്ടൻ പറയണത് എന്നെ പോലെയാണ്. ആ, അത് വെറുതെ. ആ, നിന്റെ രാജേട്ടൻ ആളെങ്ങനെയാ? ഞാനെന്ന് വെച്ചാ ജീവനാ. റോയിച്ചിന് മോശമൊന്നുമല്ല. പുള്ളിക്ക് എല്ലാം ഒരു തമാശയാ. ദേഷ്യം വന്നാ പിന്നെ പറയും വേണ്ട. ഞാനും ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. പിന്നെ കോംപ്രമൈസ് ആകുന്നത് ബെഡ്റൂമിൽ വെച്ച്. പിന്നെ ഊണിന് നോൺ വെജിറ്റേറിയൻ ഒന്നും കാണില്ല. ഇതുവരെ നിന്റെ നോൺ വെജിറ്റേറിയൻ അലർജി മാറിയില്ലേ? ഞാൻ കഴിക്കില്ലെങ്കിലും രാജേട്ടന് വേണ്ടി ഉണ്ടാക്കും. കാർത്തിയനമ്മ നിങ്ങൾക്ക് ഫിഷോ ചിക്കനോ എന്താ വെച്ചാ വാങ്ങിപ്പിക്കാം. ഓ, ഇനിയിപ്പൊ എന്നാ വാങ്ങാനാ? ഒരു നേരമൊക്കെ വെജിറ്റേറിയൻ ആകാം. ഞങ്ങൾക്ക് പ്രശ്നമൊന്നും അല്ലെന്നേ. ആ കത്രീന ചേട്ടത്തിക്കുണ്ടല്ലോ. ഇറച്ചി മീനില്ലാതെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഈ പാത്രത്തിൽ എന്നതാ? പച്ചടിയാ? അച്ചടിയാ? ഇതിലെന്നതാ? അത് കാളൻ. കാളിയും പോത്തൊന്നുമില്ലേ? വലിയ കാര്യത്തിൽ ജനിച്ചിട്ട് അച്ചടി കാളെന്നല്ലേ എന്നാ കൊണ്ടായി ചേട്ടത്തി ബഹളം? നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ചോളാം ഞാൻ. എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല എന്നറിയാലോ. കത്രീന ചേട്ടത്തിക്ക് നോൺ വെജിറ്റേറിയൻ കിട്ടിയ പോരെ? ആ, അത് മതി. അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. ഞാനേ മേജർ സുധി സിംഗിന്റെ വീട്ടിലെ കോക്കിയായിരുന്നു. അന്ന് എന്തൊക്കെ ഐറ്റംസ് മേം സാബിന് ഉണ്ടാക്കി കൊടുക്കാന്നറിയാമോ? ചേട്ടത്തി, അതൊക്കെ ഇനിയും പറയാൻ സമയമുണ്ടല്ലോ. ഞാൻ കിച്ചണിൽ കയറുമ്പോ മേം സാബും കയറും. അതെന്തിനാ? കുക്കിംഗ് പഠിക്കാൻ. ആഹാ. എന്തൊക്കെ ഐറ്റംസ് എന്നറിയാമോ? എന്തൊക്കെയാ? ക്രീം ഓഫ് മഷ്റൂം സൂപ്പ്, സുക്ക് പിസ്ത, ബ്രെയിൻ കൂപ്രെ. അതെന്തുവാ? അയ്യോ, ബ്രെയിൻ കൂപ്രെ, ബ്രെയിൻ കൂപ്രെ, പോർ പിന്താലു, മസാല ബാത്ത്. ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ്. ഇതൊന്നും ഇവിടെ കിട്ടില്ല എന്നറിയാം. എന്തെങ്കിലും ഒന്ന് വായിക്ക് രുചിയായിട്ട് കടിച്ചു വലിക്കാൻ വേണ്ടേ? കടിക്കാനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. ചേട്ടത്തി താഴോട്ട് ചെന്നേ, അവിടേക്കൊന്ന് തുടയ്ക്കണം. ഞാനില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജീവിക്കേണ്ട കർത്താവ് ശോംശിയായ? എങ്ങനെയുണ്ട്? നീ ഇതിനെ എങ്ങനെ സഹിക്കുന്നു? വേറെ ആരെ കിട്ടാനാ? ഇച്ചിരി വർത്താനും ഭരണവും ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. റോയിച്ചന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ടതാ. അയ്യോ, റോയിച്ചൻ അവിടെ എന്നെ എടുക്കുവാന്നോ?